ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതും കൊണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലോ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യണേ. ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോയി. കാലക്കേടിന് ഞാനിന്നൊരു ചുവന്ന കുപ്പായ ഇട്ടിട്ട് പോയത്. എന്തോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പേടി വരും. കാരണം 9-ാം മാസമായി, അടുത്ത ഡേറ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് വരുമോ എന്നുള്ളൊരു പേടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന സമയത്താണ് ഇന്ന് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ തൊട്ടിട്ട്, പൊതുവെ നമ്മൾ പറയില്ല, എന്തെങ്കിലും പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഒരാളെ തൊട്ടിട്ട് സംസാരിച്ചാൽ അത് അവർക്ക് കണ്ണേറുന്നതെല്ലാം പറയാം, അത് കൊള്ളൂല എന്നെല്ലാം പറയുന്നൊരു വിശ്വാസമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം നമ്മൾ അവരെ തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നെല്ലാം അതൊരു വിശ്വാസം. എന്തോട്ട് പൊട്ട് അങ്ങനെ ഇന്നൊരേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, എന്നെ തൊട്ടിട്ട് പറഞ്ഞേ, എന്നെ കാണാൻ തെയ്യത്തിൻ്റെ കുഞ്ഞിനെ പോലെ ഉണ്ട്. എനിക്ക് എന്ത് ഞാനില്ല വരുന്നു എന്ത് ഞാനിതിന് ഉത്തരം പറയേണ്ടത്? ഓരെന്നെ തൊട്ടത് ഒന്നിക്കിൽ ഇത് കണ്ണ് കൊള്ളാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ തൊട്ടത്. എന്നെ തൊട്ടിട്ട് പറയാന്ന് പറയുകയും ചെയ്തു. എന്തിനാ നിങ്ങത്തെല്ലാം പറഞ്ഞിട്ട് മനുഷ്യന്മാരെ സങ്കടപ്പെടുത്തുന്നത് എനിക്കറിയില്ല. ഇനി അഥവാ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ എനിക്കത് തോന്നുമായിരിക്കും. അങ്ങനെ തെയ്യത്തിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ തെയ്യത്തിനെ നമ്മളൊരു ദൈവമായിട്ട് കാണുന്നുണ്ട്, ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ കുഞ്ഞിന്നാണല്ലോ പറഞ്ഞാലും സമാധാനിക്കാം. പക്ഷേ ഞാൻ കേട്ട് നിന്ന മാതിരി എല്ലാവരും കേട്ട് നിൽക്കണം എന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്താതിരിക്കുക. ആരും ഇപ്പം എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ അടുത്താണ് പറയുന്നത്, ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കരുത്. എന്താ പറഞ്ഞാൽ ഏത് സമയത്താണ് എന്താണ് നടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി ആ പറഞ്ഞത് കൊണ്ടായിരിക്കുമോ എന്നെല്ലാം ചിന്തിക്കും. അപ്പോൾ ഏതായാലും ആ പറഞ്ഞ പ്രയോഗം എനിക്ക് ഇഷ്ടമായിട്ടില്ല. അതിന് ശേഷം ഞാൻ അത് തിരുത്താൻ അയാളെ എനിക്ക് എൻ്റെ മുമ്പിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും മോശമായി, ഭയങ്കര മോശം.